വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആഹാരം കഴിക്കേണ്ട ഗതികേടിലാണ് ചാരിമൂട് കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ. ഭക്ഷണം കഴിക്കാനും കുട്ടികളെ പരിചരിക്കാനുമുള്ള ഹാൾ ജീർണാവസ്ഥയിലാണ്. മേൽക്കൂരകൾ തകർന്ന് ഇലകൾ ഹാളിനുള്ളിൽ വീണ് ചോർന്നൊലിച്ച് വൃത്തിഹീനമായി കിടക്കുകയാണ് ഹാൾ. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയിലാണ് ചാരുമൂട് കരിമുളയ്ക്കലിലെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലെ തൊഴിലാളികൾ. ഇവർക്ക് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് പരിചരണം നൽകാനുമായി നിർമ്മിച്ച ഹാളുകൾ തകർച്ചയിലാണ്. മേൽക്കൂരകൾ ഇളകി മാറി. സമീപത്തെ മരത്തിൽ നിന്നും ഇലകൾ ഹാളിനുള്ളിൽ വീണ് മഴവെള്ളം കെട്ടിക്കിടന്ന് ജീർണിച്ചു കിടക്കുന്നു. ഇരിപ്പിടങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും ഹാളിന്റെ നവീകരണത്തിനായി 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളുടെ എംപി പൈസ തന്നു കാണും, പക്ഷെ ഇത് ചെയ്യിച്ചതാരാ? ചെയ്യിച്ചവരോട് ഈ മരങ്കാലം മുഴുവനും വെട്ടി നശിപ്പിച്ച് മാറ്റിയിട്ട് പണിഷ്ടി ഞങ്ങൾക്ക് പണിയാരാണ്. അതുപോലെ തന്നെ ഒരു തൊട്ടിപ്പരയായിരുന്നു ഇത്, കുഞ്ഞുങ്ങളെ നോക്കുന്ന. ഇത് കണ്ട കിടക്കുന്നത് ഇപ്പം കുഞ്ഞുങ്ങളില്ല, ഇല്ലെന്ന് വെച്ചാൽ അത് നോക്കാനില്ല. മരം മൊത്തം അതിൻ്റെ മണ്ടയ്ക്കുരുണ്ടി തൊഴിലാളിനകത്ത് ചോറിന് നോട്ടിട്ട് ഉരുണ്ട് വീണ എന്തോ ചെയ്യും? അത് ഭക്ഷണം കഴിക്കുന്നത് ഡ്രസ്സ് മാറാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കൂടെ പണി ഞങ്ങൾക്ക് തന്നതാ. എന്ത് പറയുന്നുണ്ട്? അത്രയും ഷെഡുണ്ട്, അതിനകത്ത് ഞങ്ങൾ പണിഞ്ഞു. എത്ര തൊഴിലാളി വരുന്ന ഭക്ഷണം കഴിക്കുവാടെന്ന്. അതുപോലെ ഇവിടുത്തെ ബോർമ ഞങ്ങൾക്ക് പച്ചപ്പരിപ്പ് പൊളിച്ച് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ ചത്ത് കിടക്കും അതിനകത്ത് കിടന്ന് ഈ കശുവണ്ടി തൊഴിലാളികൾ. അറിയാവോ? ഇവിടെ തൊഴിലാളി പീലിങ്ങിനകത്ത് 110 തൊഴിലാളി, ഷെല്ലിങ്ങിലും 110, എല്ലാം കൂടെ 100-300 തൊഴിലാളിയുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഒരു തരത്തിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമെങ്കിലും വൃത്തിയാക്കി ലഭിക്കണം എന്നതാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. എംപിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.